ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്താൽ കാർഡ് റീപ്ലേസ് ചെയ്യുന്നതിന് അനായാസം അപേക്ഷിക്കാം. 21 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കാണെങ്കിൽ കാർഡ് റീപ്ലേസ്മെന്റിനായി 100 ദിർഹമാണ് സർവീസ് ഫീയായി നൽകേണ്ടത്. 21 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള വ്യക്തികളുടെ സർവീസ് ഫീസ് 300 ദിർഹമാണ്. ഇതിനു പുറമെ എല്ലാവരും 20 ദിർഹം നോളജ് ആൻഡ് ഇന്നൊവേഷൻ ഫീയായും നൽകണം. കാർഡ് സ്റ്റാൻഡേർഡ് ഡെലിവറി സർവീസ് പ്രകാരം ലഭിക്കുന്നതിന് ഫീ 20 ദിർഹവും ഒരു ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നതിന് 35 ദിർഹവുമാണ് ഫീസ്. അതേസമയം കാർഡ് എത്രയും പെട്ടെന്ന് ലഭിക്കണമെങ്കിൽ പ്രീമിയം സർവീസിന്റെ ഭാഗമായി 2 മണിക്കൂറിനുള്ളിൽ കാർഡ് കയ്യിലെത്താൻ 50 ദിർഹം ഡെലിവറി ഫീയായി നൽകിയാൽ മതി. കാർഡ് റീപ്ലേസ്മെന്റിനായി അപേക്ഷിക്കുന്ന സമയത്ത് വിദേശത്താണെങ്കിൽ ലോകത്തെവിടേക്ക് വേണമെങ്കിലും ലൈസൻസ് എത്താൻ അന്താരാഷ്ട്ര ഡെലിവറി ഫീസായി 50 ദിർഹം നൽകാം. ഖത്തറിലെത്തുന്ന ഇന്ത്യൻ സന്ദർശകർക്ക് ഇനി എളുപ്പത്തിൽ UPI പേയ്മെന്റ് നടത്താം. ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ QNB-യുമായി UPI സംവിധാനം ആരംഭിക്കുന്നതിന് കരാർ ഒപ്പുവെച്ചു. QR കോഡ് അധിഷ്ഠിത UPI പേയ്മെന്റ് സംവിധാനമാണ് ഖത്തറിൽ ഒരുക്കിയിരിക്കുന്നത്. QNB മർച്ചന്റ് നെറ്റ്വർക്ക് വഴി ഖത്തറിൽ UPI പേയ്മെന്റ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഖത്തർ സന്ദർശിക്കുകയും ഖത്തറിലൂടെ കടന്നു പോകുകയും ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭ്യമാകും. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ജാലാൻ ബനി ബു ഹസൻ വിലായത്തിൽ തബ്സീർ ഉത്സവത്തിന് തുടക്കം. ഈത്തപ്പഴ വിളവെടുപ്പാണിത്. കൃഷി, ഫിഷറീസ്, ജല വിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജാലാൻ ബനി ബു ഹസൻ വാലി മുഹമ്മദ് ബിൻ അലി അക്കാക്കിന്റെ മേൽനോട്ടത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് തബ്സീൽ ഈത്തപ്പഴ വിളവെടുപ്പ് നടക്കാറുള്ളത്. ഉയർന്ന താപനില കാരണം ബുസൂർ ഈത്തപ്പഴമാണ് ഇത്തവണ നേരത്തെ പാകമായത്. ജദാദും പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈത്തപ്പഴത്തിന്റെ നിറം മഞ്ഞയാകുന്നത് മുതലാണ് വിളവെടുപ്പ് ആരംഭിക്കുന്നത്. അതേസമയം ഇന്ത്യ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഇവ വിപണനം ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഈത്തപ്പഴത്തിന് ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ട്. നെതർലാൻഡിൽ ചോക്ലേറ്റ് ഉൽപ്പാദനത്തിന് ഈത്തപ്പഴം വ്യാപകമായി ഉപയോഗിക്കുന്നു. സൗദി അറേബ്യയിൽ ജോലി ലഭിക്കാനുള്ള പ്രൊഫഷണൽ പരീക്ഷ 160 രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം. ആദ്യഘട്ടത്തിൽ 128 രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പുതിയ വിസയിൽ വരുന്നവർക്ക് ടെസ്റ്റ് നേരത്തെ നിലവിൽ വന്നിരുന്നു. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി, പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക. സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി, പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക. പദ്ധതിയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ലോകത്തെ 160 രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഇത് ബാധകമാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചത്. വർക്ക് പെർമിറ്റ് ലഭിക്കാനും പുതുക്കാനും പരീക്ഷ പാസ്സാകൽ നിർബന്ധമാണ്. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ 5 വർഷ കാലാവധിയാണ് നൽകുന്നത്. സൗദിയിൽ ജോലി ചെയ്യുന്നവരുടെ യോഗ്യത ടെസ്റ്റ് 4 ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചിരിക്കുന്നു. 6 മുതൽ 49 വരെ ജീവനക്കാരുടെ ചെറുകിട സ്ഥാപനങ്ങൾക്കാണ് അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. 23 തൊഴിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട 1099 തൊഴിലുകളിൽ തൊഴിൽ യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. സൗദിയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് അനുവദിച്ച 25% ഇളവ് 30 ദിവസത്തിനകം അവസാനിക്കും. കാലാവധിക്ക് ശേഷം പിഴ ഒടുക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കൽ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കും. ഈ വർഷം ഏപ്രിൽ 18 വരെയുള്ള ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് 50% വരെ ഇളവാണ് നിലവിലുള്ളത്. അതിനുശേഷമുള്ള നിയമലംഘനങ്ങൾക്ക് 25% ഇളവുമുണ്ട്. ഇത് ട്രാഫിക് വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നിയമലംഘനങ്ങൾക്കുള്ള ഇളവ് ഉപയോഗപ്പെടുത്താൻ 30 ദിവസത്തിനകം ഇവ അടയ്ക്കണം. അടയ്ക്കാത്തവർക്ക് ഇളവ് ലഭിക്കില്ല. പണം അടയ്ക്കാനുള്ള സമയപരിധി വർദ്ധിപ്പിക്കാൻ അബ്ഷിർ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്.
ഇതിനായി ട്രാഫിക് നിയമലംഘനങ്ങൾ അടയ്ക്കുന്നതിനുള്ള സമയപരിധി നീട്ടൽ എന്ന പ്രത്യേക ഓപ്ഷൻ അബ്ഷറിൽ നൽകിയിട്ടുണ്ട്. പരമാവധി 90 ദിവസം വരെയാണ് പിഴ ഒടുക്കാനുള്ള കാലപരിധി. ഇതിനോടകം പിഴ ഒടുക്കാത്തവർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തപാൽ പാഴ്സലിലൂടെ കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി. 1 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് അടങ്ങിയ തപാൽ പാഴ്സൽ കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷനാണ് പിടിച്ചെടുത്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. നിയമ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. മസ്കത്ത് ഗവർണറേറ്റിലെ വിവിധ വികസന പദ്ധതികളും സേവനങ്ങളും അവലോകനം ചെയ്തു. ഗവർണറേറ്റിലെ വിലായത്തുകളെ പ്രതിനിധീകരിക്കുന്ന ഷൂറ കൗൺസിൽ അംഗങ്ങളുമായി മസ്കറ്റ് ഗവർണർ സെയ്ദ് സൗദ് ഹിലാൽ അൽ ബുസൈദി, മസ്കറ്റ് മുനിസിപ്പാലിറ്റി മേധാവി അഹമ്മദ് മുഹമ്മദ് അൽ ഹുമൈദി, മസ്കറ്റ് ഗവർണറേറ്റിലെ വാലിസ് എന്നിവരും മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അവലോകനം നടത്തിയത്. ഗവർണറേറ്റിലെ ചില സേവന ആവശ്യങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ബാക്ടീരിയ അണുബാധയായ ബ്രൂസെല്ലോസിസിനെക്കുറിച്ച് ഒമാൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. വ്യത്യസ്ത തരം ബ്രൂസെല്ല ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന ഈ രോഗം ആട്, പശു, പന്നി, നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളെ ബാധിക്കുകയും മനുഷ്യർക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. യഥാവിധി പാചകം ചെയ്യാത്ത, തിളപ്പിക്കാത്ത, പാസ്ചറൈസ്ഡ് ചെയ്യാത്ത രോഗബാധിത മൃഗങ്ങളുടെ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതാണ് സാധാരണമായ രോഗബാധ പകരാനുള്ള സാധ്യതകളിലൊന്ന്. ബ്രൂസെല്ലോസിസിന് വിവിധ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം. പനി, പേശീവേദന, സന്ധിവേദന, പുറംവേദന, ക്ഷീണം, അലസത, വിറയൽ, വിശപ്പില്ലായ്മ, തലവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. അവയിൽ ചിലത് ദീർഘകാലത്തേക്ക് നിലനിൽക്കും. ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ട അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കാണാനും രോഗബാധയുമായി സമ്പർക്കം ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും വേണമെന്നും അധികൃതർ വ്യക്തമാക്കി. ചികിത്സയുടെ കാലാവധിയും തരവും രോഗത്തിന്റെ തീവ്രതയെയും സങ്കീർണതകളെയും ആശ്രയിച്ചിരിക്കുന്നു. വീണ്ടെടുക്കലിന് ഏതാനും ആഴ്ചകൾ മുതൽ നിരവധി മാസങ്ങൾ വരെ എടുത്തേക്കാം. കുറഞ്ഞത് 6 ആഴ്ചയെങ്കിലും ആന്റിബയോട്ടിക്കുകളുടെ ഒരു കോഴ്സ് ആവശ്യമാണ്. ഫലപ്രദമായ ചികിത്സയ്ക്ക് രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാന കാരണമാണ്. കുവൈറ്റിൽ വെള്ളിയാഴ്ചത്തെ ഏറ്റവും കൂടിയ താപനില ചില പ്രദേശങ്ങളിൽ 53 ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് വടക്ക് പടിഞ്ഞാറൻ കാറ്റിനൊപ്പം കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ഖരാവി കുവൈറ്റ് വാർത്താ ഏജൻസിയെ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടിയ താപനില 52 ഡിഗ്രിയാണ് റിപ്പോർട്ട് ചെയ്തത്. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ അടിച്ചുവീശി. എന്നാൽ വെള്ളിയാഴ്ച പകൽ സമയത്ത് മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടിച്ചുവീശാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.